ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വേണ്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആരും തന്നെ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു വറവയാണ് കേട്ടോ. നല്ലവണ്ണം ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ എന്താണെന്ന്. ഇപ്പം ഞാൻ ഇതിലെന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കടലമാവ്, ലേശം കോൺഫ്ലവർ, ഇച്ചിരി അരിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഉപ്പിടണം. ഉപ്പിട്ടു. അടുത്ത് കുറച്ച് മസാല, ഇറച്ചി മസാലയാണ് ഇടേണ്ടത്. കുറച്ച് ലേശം കുരുമുളക്, ഒത്തിരി വേണ്ട, ലേശം കുരുമുളക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി ഇതിനെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. നമ്മൾ അറിയാമല്ലോ, ബജിയൊക്കെ ഉണ്ടാക്കും പോലെ നമുക്ക് കുഴച്ചെടുത്തിട്ട് വരട്ടെ. നമ്മളിതാ വറുത്തെടുക്കാൻ പോണ ഐറ്റം ഇതാണ്. കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലല്ലേ? ഞാൻ തന്നെ പറഞ്ഞുതരാം. നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ പോവുകയാണ്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. കണ്ടോ? അത്ര ഇടട്ടെ. നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നല്ല മൂത്ത് വരുമ്പോൾ നമുക്ക് വെച്ചെടുക്കാം. നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. കിലുകില കണ്ടോ? ഇങ്ങനെ കേൾക്കും സാധനം. ഇതെന്താ മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാ മനസ്സിലായോ? ഇത്രയും ക്രിസ്പി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം മനസ്സിലായി കാണാൻ എനിക്കറിയാം. ഞങ്ങൾ പറഞ്ഞുതരാം, ഇതുണ്ടാക്കുന്നതും പറഞ്ഞുതരാം. പിടികിട്ടിയോ? എന്താന്ന് പിടികിട്ടിയോ? തണ്ണിമത്തൻ നമ്മൾ വലിച്ചെറിയുന്ന ഈ തോട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിതിന് പല കറികളും തന്നെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിലേറെ സൂപ്പർ ഇതാണ് കേട്ടോ. നമുക്കിതിൻ്റെ കറുത്ത ഈ പാടം മാറ്റിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ നല്ല സ്നാക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ്. നമ്മൾ കത്തിരിക്കയും പിന്നെ കായോ എന്തുണ്ടാക്കണേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ.